രാവിലെ നൃപ്പനാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ കൂടെ ആദ്യം വരുന്നത് അല്ലേ? അതെ, ആദ്യത്തെ വാർത്ത വന്യജീവി ആക്രമണങ്ങൾ ചെറുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നടന്നിരുന്നു, ഉന്നതതല യോഗം നടന്നിരുന്നു. അതിൽ ചില തീരുമാനങ്ങളായിട്ടുണ്ട്. പ്രൈമറി റെസ്പോൺസ് ടീമുകളെ സജ്ജരാക്കാനുള്ള തീരുമാനമുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കുക, അങ്ങനെ നിരവധിയായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി വേണ്ടത് കാലോചിതമായ പരിഷ്കാരം കേന്ദ്ര നിയമത്തിൽ വരുത്തുക എന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുമുള്ള മനോഭാവം കേന്ദ്രത്തിനില്ല. കാരണം ഇന്നലെയും കേന്ദ്ര സഹമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതൊരു പരിഹാരമല്ല എന്ന നിലയിലാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ചെയ്യാനാകുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും കൂടുതൽ സജ്ജീകരിക്കുക, ശക്തമാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇതിനെ പ്രതിരോധിക്കുക, ചെറുക്കുക, അതിനുവേണ്ടി ഇത് മാത്രമാണ് ചെയ്യാനാവുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് പ്രതിരോധിക്കുക എന്ന് പറയുന്നത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ കൃത്യമായ തീരുമാനം എടുക്കേണ്ടതും നിലപാടെടുക്കേണ്ടതും നയങ്ങൾ കാലാനുസൃതമായി മാറ്റേണ്ടതും കേന്ദ്ര സർക്കാരായിരുന്നു. പക്ഷേ അതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള സമാനമായ സംഭവം ഒരു അനുകൂല മനോഭാവമില്ല. അപ്പോൾ സംസ്ഥാനത്തിനകത്ത് നിന്ന് നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് കുറെ കൂടി സജീവമായി പോവുക എന്നുള്ളതാണ്. ഏതായാലും നൃപ്പനിൽ നിന്ന് നമുക്ക് ആ തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിക്കാം. എന്താ നൃപ്പൻ രാവിലെ റെഡി ആയിട്ടുണ്ട്. നൃപ്പൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്ത്. അന്ന ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാട് മുഴുവൻ ഈ കാട്ടുമൃഗങ്ങളുടെ, കാട്ടാന അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളുടെയൊക്കെ വലിയ ആക്രമണം നടക്കുന്നൊരു സമയം. അത് ഇങ്ങനെ കാട്ടാന വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ ഇതിലാണ് വനം വകുപ്പ് ഇന്നലെ ഉന്നതതല യോഗം ചേർന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറെ കൂടി ശക്തിപ്പെടുത്തുക, കുറെ കൂടി സജീവമായി താഴോട്ടിറങ്ങിയ ആളുകൾക്ക് കുറെ കൂടി ആശ്വാസവും അല്ലെങ്കിൽ കരുത്തും പകരുക, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നത് പരമാവധി ഒഴിവാക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാനാകുമോ. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് സംസ്ഥാനം എന്ന നിലയിൽ. അതിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആധുനികമായ കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു അസസ്മെൻറ്റ് നൃപ്പൻ ഇന്നലത്തെ ആ യോഗത്തിൻ്റേത്? സുപ്രധാന തീരുമാനങ്ങൾ എങ്ങനെയാണ് നമ്മൾക്ക് ആളുകളോട് വിശദീകരിക്കാനാവുന്നത്? തീർച്ചയായും കേരളത്തിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് വന്യജീവി മനുഷ്യ സംഘർഷ സാധ്യതയുള്ള ഏറ്റവും അടുത്ത് വനാതിർത്തിയുമായി ചേർന്ന് ജീവിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമായ അന്തരീക്ഷം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖവരിയായി ശരത്ത് സൂചിപ്പിച്ച കാര്യമാണ്. അത് നമുക്ക് ചർച്ച ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. 1972 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന വനനിയമം, തുടർന്ന് വന്ന വാജ്പേയി സർക്കാർ വീണ്ടും അതിലെ നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നു. അന്ന് കൊണ്ടുവന്ന കാലഹരണപ്പെട്ട, അതായത് വന്യജീവികൾ രാജ്യത്ത് ഭീഷണി നേരിടുന്ന കാലഘട്ടത്തിൽ അന്ന് വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ വന്യജീവികളുടെ എണ്ണം പെരുകുന്നു, മനുഷ്യ സംഘർഷം കൂടുന്നു, കൂടുതൽ വന്യജീവികൾ മനുഷ്യവാസ പ്രദേശങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടങ്ങളിൽ പോലും അതിൻ്റെ നിയമത്തെ കാലാനുസൃതമായി പരിഷ്കരിക്കാനുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതാണ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ആ ചോദ്യത്തിന് ഉത്തരമായി കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഉത്തരം നൽകിയത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഷോക്കാണ്. നിരന്തരം പാർലമെൻറ്റിലും രാജ്യസഭയിലും കേരളത്തിലെ എംപിമാർ, ഒപ്പം തന്നെ കേരളത്തിലെ വനം മന്ത്രിയുടെ പ്രത്യേക സംഘം പലതവണ 2022 നേരിട്ട് പോയി ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വനം മന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ്. ഒപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന ഈ പ്രതിരോധ പ്രവർത്തനത്തിന് ലഭിക്കേണ്ട ഫണ്ട് വർദ്ധിപ്പിച്ചു തരണം എന്ന കാര്യം നിരന്തരം ആവശ്യപ്പെടുകയാണ്. ഈ ഫെൻസിംഗ് വേലി അടക്കം, സോളാർ വേലി അടക്കം വരുന്ന കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ചെലവ് വരുന്നതാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ ഒന്നും കേന്ദ്രത്തിൻ്റെ അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകുന്നില്ല. ഇതിനിടയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന നടപടികളിലേക്ക് സംസ്ഥാനം കടക്കുന്നത്. പലതരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 13,000 കിലോമീറ്ററോളം വരുന്ന പ്രദേശമാണ് സോളാർ ഫെൻസിങ് നടത്തേണ്ടത്. അപ്പോൾ നമുക്ക് 1000 കിലോമീറ്ററിന് താഴെയാണ് അത് നിലവിലുള്ളത്. അതിന് ഭീമമായ തുക വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ എങ്ങനെ സജ്ജമാകാമെന്നതാണ്. അങ്ങനെയാണ് വനം വകുപ്പിൻ്റെ ഉന്നതതല യോഗം കഴിഞ്ഞ ദിവസം ചേർന്നത്. മിഷൻ 10 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, വന്യജീവികളുടെ സഞ്ചാരപാതകളിൽ പ്രത്യേകിച്ച് കൂടുതൽ ആനത്താരകൾ, ഒപ്പം തന്നെ മൃഗങ്ങളുടെ വലിയ തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകളിൽ പ്രത്യേക നിരീക്ഷണം ശക്തമാക്കുക എന്നതാണ് ഒന്നാമത്തെ നടപടിയായി പറയുന്നത്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ശരത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതായി പറയുന്ന കാര്യമെന്ന് പറയുന്നത് സംഘർഷ പ്രദേശങ്ങളിൽ പ്രാദേശികമായ സന്നദ്ധ സേന ഉണ്ടാക്കുക എന്നതാണ്. ജനങ്ങളെ കൂടി സഹകരണത്തോടു കൂടിയുള്ള മുമ്പോട്ട് പോക്കൽ, ഒപ്പം തന്നെ മനുഷ്യ വന്യ
മൃഗസംരക്ഷണ ലഘൂകരണത്തിന് ഗോത്ര സമൂഹങ്ങളുടെ, പ്രത്യേകിച്ച് പ്രാദേശികമായി പരമ്പരാഗതമായി വന്യജീവികളെക്കുറിച്ച് അറിയാവുന്ന ഗോത്ര അറിവുകൾ കൂടി പുതിയ ആധുനിക സംവിധാനത്തിൽ ഉപയോഗിക്കുക എന്നതാണ്. വന്യജീവികൾക്ക് ഭക്ഷണവും വെള്ളവും വനത്തിലുള്ള, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വന്യമൃഗങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറഞ്ഞത്, ഈ കാട്ടുപന്നികൾ പ്രദേശത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാട്ടുപന്നികൾ ഈ കാർഷിക വിളകളെ നശിപ്പിക്കുക എന്ന അപകടം മാത്രമല്ല, ഈ കാട്ടുപന്നികളാണ് പ്രധാനപ്പെട്ട ഈ പുലികളുടെയും കടുവയുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. ഈ കാട്ടുപന്നി ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അവയെ തേടി ഇര പിടിക്കുന്നതിന് വേണ്ടി ഈ പുലിയും കടുവയൊക്കെ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഈ കാട്ടുപന്നികൾക്കെല്ലാം ഉള്ള ഭക്ഷണം വനത്തിനകത്ത് തന്നെ ലഭിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്രയും ആക്രമണം നടത്തുന്ന വലിയ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള സമീപനത്തിന് അവർക്ക് വനത്തിനുള്ളിൽ തന്നെ ഭക്ഷണം ഉണ്ടാകണം. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ്. ഒപ്പം തന്നെ ഫെൻസിങ് വേലി, നേരത്തെ പറഞ്ഞതുപോലെ സോളാർ ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട നിലവിലുള്ള വേലികൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുക, ബാക്കിയുള്ള അവ നിർമ്മിക്കുക, ട്രെഞ്ചുകൾ പരമാവധിയാക്കുക. ഒപ്പം തന്നെ അത്യാധുനിക ഉപകരണങ്ങൾ ഈ സേനയ്ക്ക് നൽകുക. ഒപ്പം തന്നെ ഇവരുടെ മാൻ പവർ വർദ്ധിപ്പിക്കാനുള്ള സമീപനങ്ങൾ വേണം. കഴിഞ്ഞ ദിവസം സഭയിൽ തന്നെ വനവകുപ്പ് മന്ത്രിയുമായി നിരവധി പേർ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അതിനുള്ള പ്രഖ്യാപനങ്ങൾ, കൂടുതൽ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ, അതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. സമഗ്രമായ പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ മുഖവരെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരിമിതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം പ്രഭാകരൻ MLA തന്നെ വനവകുപ്പ് മന്ത്രിയോട് ചോദിച്ചത്, ഇത് ഒരു കണക്കിലും രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞത്, ഈ കാർട്ടൂൺ സീരിയലിലൊക്കെ കാണുന്നത് പോലെ ഇനി മൃഗങ്ങളും മനുഷ്യരും ഇണങ്ങി ജീവിക്കുന്ന എന്തെങ്കിലും മെത്തേഡ് സംസ്ഥാനം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ആലോചിക്കേണ്ടി വരും. കാരണം അത്തരത്തിലുള്ള അവഗണനയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാട്ടുന്നത്. അപ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ടും ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ത്വരിതപ്പെടുത്തുന്ന നടപടികളാണ് കഴിഞ്ഞ ദിവസം വനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ തീരുമാനിച്ചത്. വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയുക്തമായ ഒരു പരിപാടിയാണ്, അതിനുള്ള ഒരു ക്രമീകരണമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ ഏതൊക്കെ വിധത്തിലായിരിക്കും, ഏതൊക്കെ വകുപ്പുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ചും വയനാടിൻ്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എങ്ങനെയാണ് എന്ന് പ്രത്യേകം അറിയേണ്ടതുണ്ട്. തീർച്ചയായും അത് ഞാൻ മുഖവരായി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഏറ്റവും കൂടുതൽ സംഘർഷം നേടുന്ന പ്രദേശങ്ങളെ പ്രത്യേകമായി തിരിക്കേണ്ടതുണ്ട്. അതായത് നിരന്തരം അപകടങ്ങൾ നടക്കുന്ന പ്രദേശങ്ങൾ, അത് ഈ തോട്ടം മേഖലയിലാണ്. തോട്ടം മേഖലയിൽ അടിക്കാട് വൃത്തിയാക്കുക, നടപ്പാതകൾ പ്രത്യേകിച്ച് അവ അടിയന്തരമായി, അവർക്ക് ഈ തോട്ടം മേഖലയിലുള്ള എസ്റ്റേറ്റുകൾക്ക് അടിയന്തരമായി നോട്ടീസ് നൽകാൻ ഉള്ള തീരുമാനം നൽകിയിട്ടുണ്ട്. അവരുടെ ഉടമസ്ഥകൾക്ക് ഉടൻ തന്നെ ഈ നടപ്പാതകളിലൂടെ അടിക്കാട് പൂർണ്ണമായി വെട്ടുക, ഒപ്പം തന്നെ റോഡിന് ഇരുവശമുള്ള ഈ കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായി വെട്ടിമാറ്റുക. പാമ്പിൻ്റെ ഏറ്റവും കൂടുതൽ ഈ വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് മരണങ്ങളെ കണക്കെടുക്കുമ്പോൾ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുണ്ട്, പക്ഷേ കൂടുതൽ അളവിൽ മരണപ്പെടുന്നത് പാമ്പ് കടിയേറ്റിട്ടാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആനത്താരുകൾക്കും വന്യമൃഗങ്ങൾ കടന്നു വരാനുള്ള സ്ഥലങ്ങൾ നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ നടപ്പാതകൾ ഏറ്റവും കൂടുതൽ അവ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അടിക്കാട് വെട്ടി അവ സംരക്ഷിക്കുക. ഒപ്പം തന്നെ ഈ ഉൾവനത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിയന്ത്രണം, അത് ഏറ്റവും കൂടുതൽ വനവാസികൾക്കൊഴിച്ച് പുറത്തു നിന്ന് പോകുന്ന പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി വനത്തിലേക്ക് കടക്കുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലയിൽ തന്നെ ഉണ്ടായ, തലസ്ഥാന ജില്ലയിൽ തന്നെ പാലോട് തന്നെ ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് അത് അനധികൃതമായി വനത്തിൻ്റെ ഉൾവനത്തിലേക്ക് പ്രവേശിച്ചതാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കർശനമായ നടപടിയും സ്വീകരിക്കും. ഈ വയനാട് പോലെയുള്ള പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നം, കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യജീവി വരുന്നു എന്നതാണ്. അത് ഫെൻസിങ്, സോളാർ ഫെൻസിങ് പോലുള്ള സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ കൂടുതൽ നിർമ്മിക്കേണ്ടി വരും. ഒപ്പം ജനങ്ങളെ കൂടുതൽ ജാഗ്രതപ്പെടുത്തേണ്ടി വരും. അത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടിയും ഈ മിഷൻ 10 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന ശരി, ഏതായാലും നൃപൻ, വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ സംസ്ഥാനം ഇതുമായി ബന്ധപ്പെട്ട് എടുത്തത്, ഇന്നലത്തെ ഉന്നതതല യോഗത്തിലെടുത്ത കാര്യങ്ങളാണ് വിശദീകരിച്ചത്, ഓരോന്നായി വിശദീകരിച്ചത്. വിവിധ വകുപ്പുകളുടെ, എന്നെ ചോദിച്ചപ്പോൾ നൃപൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വിവിധ വകുപ്പുകളുടെ ഏകോപനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ ആഴ്ചയിൽ വന്ന സംസ്ഥാന ബജറ്റിൽ, അതായത് പ്ലാൻ ഫണ്ടിന് പുറത്ത് 50 കോടി രൂപയാണ് ഇതിനുവേണ്ടി അധികമായി വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങുക, കേന്ദ്ര സഹായം വളരെ പരിമിതമാണ്, കേന്ദ്ര നിയമത്തിൽ ഒരു മാറ്റത്തിനും അനുകൂലമായ നിലപാടില്ല. അപ്പോൾ സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് പല വിഷയങ്ങളിലും എന്ന പോലെ കേരളത്തിൻ്റെതായ സവിശേഷതയിലൂടെ കേരളത്തിൻ്റെതായ ഒരു ബദൽ നിശ്ചയമായി നമുക്ക് ഇതിൽ കാണാം. അതിന് ഭാവനാപൂർണ്ണമായ ഒരു ആലോചനയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഈ ഇന്നലത്തെ ആ യോഗത്തെ കാണേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.